അയ്യോ സാർ, ഇത്രയും വിശാലമായ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് അപ്രീസിയേഷൻ തയ്യാറാക്കി 6 പോയിന്റ്സിന്റെ അപ്രീസിയേഷൻ പഠിച്ച് എഴുതുവാനുള്ള പ്രാപ്തി എനിക്കില്ല സാർ. ഇംഗ്ലീഷ് ഞാൻ വളരെ വീക്കാണ്. എനിക്ക് മറ്റെന്തെങ്കിലും പഠിക്കുക. ഇപ്പം രക്ഷകർത്താക്കൾ ഇത് പറയാറുണ്ട്, മോനെ സാറേ എൻ്റെ മോൻ വളരെ വീക്കാണ് ഇംഗ്ലീഷിൽ, എങ്ങനെയെങ്കിലും അവനെ ഇംഗ്ലീഷ് ഒന്ന് വിജയിപ്പിക്കണം. അപ്പം അതിനും വഴിയുണ്ട്. ഞാനപ്പം നിങ്ങളുടെ ഈ വീഡിയോയിലിടയിൽ ഏത് അപ്രീസിയേഷൻ ചോദിച്ചാലും, അതായത് ഈ 6 പോയിന്റ്സിനും കൂടി ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കുക. അപ്പം അത് നിങ്ങൾ നേരം അറിഞ്ഞിരിക്കേണ്ടത് കവിയുടെ പേര്, കവിതയുടെ പേര് മാത്രം മതി. അപ്പം അത് ഇന്നയാൾ എഴുതിയെന്ന് പറയുന്നത് ആളുടെ പേര് എഴുതുക, ഇന്ന കവിത ആ കവിതയുടെ പേര് എഴുതുക. മൊത്തത്തിൽ ബാക്കി അപ്രീസിയേഷൻ നിങ്ങളുടെ ഏത് കവിത ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അത് ഈ 21 വീഡിയോസിൽ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള സിമ്പിൾ ടെക്നിക്സ് കൂടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഹായ് everybody, thank you for clicking my channel, and my name is Krishna Kumar, and this is the first video from the 21 videos for the challenging 10th standard students. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളേവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ 21 വീഡിയോസിൽ നിന്നും ആദ്യത്തെ വീഡിയോ ആണ്. അപ്പൊ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് 5 മാർക്ക് ഉറപ്പാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാനുള്ളതാണ്. SSLC എക്സാമിനേഷന് ഉറപ്പായിട്ടും ചോദിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് പഠിക്കുവാനായിട്ട് ഉള്ള പോയംസിൽ നിന്നും ഏതെങ്കിലും ഒരു പോയത്തിന്റെ അപ്രീസിയേഷൻ തയ്യാറാക്കുക എന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ പ്രിപ്പയർ ആൻ അപ്രീസിയേഷൻ ഫോർ എ പർട്ടിക്കുലർ പോയം. ഏത് പോയംസ് ആയിരിക്കും? നമുക്ക് മൊത്തത്തിൽ 6 പോയംസ് ആണുള്ളത്. അതിൽ തന്നെ ഏതെങ്കിലും ഒരു പോയത്തിന്റെ അപ്രീസിയേഷൻ തയ്യാറാക്കുക എന്തായിരിക്കും SSLC എക്സാമിനേഷന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കേണ്ട 5 പോയിന്റ്സ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും 5 പോയിന്റ്സ് ഉണ്ടാവണം. ഒന്നാമത് ഇൻട്രൊഡക്ഷൻ തന്നെ നെയിം ഓഫ് ദ പോയം, നെയിം ഓഫ് ദ പോയറ്റ് ആൻഡ് തീം ഓഫ് ദ പോയം. ഇതില് 3 പോയിന്റ്സ്, അതായത് കവിയുടെ പേര്, കവിതയുടെ പേര്, കവിതയുടെ പ്രമേയം, ഇക്കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇൻട്രൊഡക്ഷൻ. രണ്ടാമത് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സമ്മറി ഓഫ് ദ പോയം, കവിതയുടെ ആശയപരമായ ഉള്ളടക്കം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിനോട്ടേഷൻ ആൻഡ് കൊണോട്ടേഷൻ. ഡിനോട്ടേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വൽ മീനിങ് ഓഫ് ദ ലൈൻസ്. കൊണോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്ലൈഡ് മീനിങ്, അതായത് മീനിങ് ബിയോണ്ട് ദ ലൈൻസ് ആൻഡ് മീനിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. വരികൾക്കും അതീതമായി ആ കവിതയിലൂടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന്. അപ്പൊ അന്നത്തെ ഓരോരോ കവിതകൾ എഴുതുന്ന സമയത്തുള്ള സമകാലീന സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ മറ്റുള്ളവരിൽ എത്തിക്കുക എന്നുള്ള ആ ആശയം മറ്റുള്ളവരിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഓരോ കവിതകളും ഓരോ കവികളും രചിക്കുന്നത്. അപ്പം അതില് കൊണോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്ലൈഡ് മീനിങ്, അതായത് മീനിങ് ബിയോണ്ട് ദ ലൈൻസ്, വരികൾക്ക് അതീതമായിട്ടുള്ളതും, ആൻഡ് മീനിങ് ബിറ്റ്വീൻ ദ ലൈൻസ്, വരികൾക്കിടയിലുള്ളതും ആയിട്ടുള്ള മീനിങ്ങുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഉള്ള ഭാഗം. അതാണ് ഡിനോട്ടേഷൻ ആൻഡ് കൊണോട്ടേഷൻ. നാലാമത്തത് പൊയറ്റിക് ഡിവൈസസ്. ഒരു കവിത എഴുതുമ്പോൾ ഒരുപാട് പൊയറ്റിക് ഡിവൈസസുകൾ ഉണ്ടാകും, കാവ്യാത്മകമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും, പലതരത്തിലുള്ള പൊയറ്റിക് ഡിവൈസസ്. അപ്പൊ പൊയറ്റിക് ഡിവൈസസ് എന്ന് പറയുമ്പോൾ റൈമിംഗ് ഉണ്ടാവും, ഫിഗർ ഓഫ് സ്പീച്ച്, അലിറ്ററേഷൻ, അസോണൻസ്, സിമിലി, മെറ്റാഫർ, എക്സെട്ര എക്സെട്ര, അത്തരത്തിൽ ഉള്ള പൊയറ്റിക് ഡിവൈസസ്. അതിന്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്, ലാസ്റ്റ് പോയിന്റ് ഉറപ്പായിട്ടും വേണ്ടത് കൺക്ലൂഷൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അപ്രീസിയേഷൻ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കവിതയ്ക്ക് അപ്രീസിയേഷൻ എങ്ങനെ തയ്യാറാക്കാം, അപ്പം അതിനുവേണ്ടി ആ ഒരു കവിത, അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോബ് ഡീലന്റെ, നമുക്ക് പുസ്തകത്തിലെ ഫസ്റ്റ് പാർട്ടിൽ 3 പോയംസ് ആണുള്ളത്. അതില് ബോബ് ഡീലൻ എഴുതിയ ബ്ലോവൻ ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ സോങ് തൽക്കാലം നിങ്ങൾക്കിത് മനസ്സിലാക്കുവാൻ വേണ്ടി എടുക്കാം. അപ്പൊ അതിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അപ്പം യഥാർത്ഥത്തില് ആ ഒരു കാലഘട്ടത്തില് ഏറ്റവും അധികം പ്രക്ഷോഭം നടക്കുന്ന, അടിച്ചമർത്തപ്പെട്ടവർക്ക്
അടിച്ചമർത്തപ്പെട്ടവർക്ക് ഒരു ആവേശം കൊടുക്കുവാൻ കഴിഞ്ഞ ഒരു സോങ് ആണ്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെന്റിന്റെ ആന്തമായിട്ട് മാറിയ ഒരു ഗാനമാണ്. അത്രയേറെ ജനഹൃദയങ്ങളിൽ ആവേശമുണർത്തിയ ആ ഒരു കാലഘട്ടത്തില് എല്ലാവരിലും എല്ലാ അടിച്ചമർത്തപ്പെട്ട വ്യക്തികൾക്കും ആശ്വാസമായി അല്ലെങ്കിൽ അതിലേക്ക് അവർക്കൊരു ആവേശമായി തീർന്ന ഒരു ഗാനമാണ് യഥാർത്ഥത്തിൽ ബോബ് ഡിലന്റെ ഈ ബ്ലോവിംഗ് ഇൻ ദ വിൻഡ്. ഇത് യഥാർത്ഥത്തില് ഇറ്റ്സ് എ പ്രൊട്ടസ്റ്റ് സോങ് ദാറ്റ് ഇൻവോക്സ് ദ സ്പിരിറ്റ് ഓഫ് ദ ഒപ്രസ്ഡ് ടു വേക്ക് അപ്പ് and assert their will and dignity against the age-old oppression and exploitation. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു സോങ് ആണ്. അപ്പം ഇതിനെതിരെ ഫ്രീ വേഴ്സ് ആണ്. ഫ്രീ വേഴ്സ്, അതായത് പൊയറ്റിക് ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഫ്രീ വേഴ്സ് ആണ്. ഇതിന് എല്ലാവിധമായ ഒരു ഛന്തോബദ്ധമായ ഒരു കവിതയുടെ അല്ലെങ്കിൽ താളനിബദ്ധമായിരിക്കുന്ന ഒരു കവിതയുടെ യാതൊരു വിധമായ ഫോർമാലിറ്റീസ് ഇതിനില്ല. അത്തരത്തിലുള്ള യൂസേജുകൾ ഒന്നും തന്നെ ഇല്ല. പൊയറ്റിക് ഡിവൈസസിനകത്ത് അത്തരത്തിലുള്ള ഒരു പൊയറ്റിക് ഡിവൈസസും ഉപയോഗിച്ചിട്ടില്ല. നമുക്കിതിനകത്ത് നല്ലൊരു ഇമേജറി എടുത്തു കഴിഞ്ഞാൽ ഇതൊരു വിഷ്വൽ ഇമേജ് ഉണ്ട്, ഇതിനൊരു ഓഡിറ്ററി ഇമേജ്. അപ്പോൾ അവരുടെ ആ ഒരു ദീനരോധനം അല്ലെങ്കിൽ അവർക്ക് ആവേശത്താൽ അവരെല്ലാം അതിന്റെ പ്രതികരിക്കുമ്പോഴാണ് ആ ഒരു ആവേശം, അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയും. ആ ദീനരോധനം നമുക്ക് അത് ഓഡിറ്ററി ആയിട്ട് നമ്മുടെ കാതുകളിലേക്ക് വന്നിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സോങ് ആണ് ഈ ബോബ് ഡീലന്റെ ബ്ലോവിംഗ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അപ്രീസിയേഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ആ സോങ് നിങ്ങൾക്കായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കാം. ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ ബിഫോർ യു കോൾ ഹിം എ മാൻ. ഒരു മനുഷ്യൻ എന്ന് വിളിക്കുന്നതിന് മുമ്പ്, എല്ലാ അർത്ഥത്തോടും പൂർണ്ണമായ അർത്ഥത്തോടു കൂടി ഒരാളെ മനുഷ്യൻ എന്ന് വിളിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എത്ര പാതകൾ കൂടി സഞ്ചരിക്കണം. മനുഷ്യൻ എന്ന ഒരു വാക്ക് അല്ലെ മനുഷ്യൻ എന്നയാളെ അർത്ഥവത്തായ പൂർണ്ണമായ അർത്ഥത്തോടു കൂടി വിളിക്കാൻ വേണ്ടി. ഹൗ മെനി സീസ് മസ്റ്റ് എ വൈറ്റ് ഡോവ് സെയിൽ ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ്. മണൽക്കാട്ടിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു വെള്ളരിപ്രാവിന് എത്ര ദൂരം സഞ്ചരിക്കണം, എത്ര സമുദ്രങ്ങൾ താണ്ടണം. യെസ്. And how many times must a cannonballs fly before they are forever banned? എന്നേക്കുമായി നിരോധിക്കുന്നതിന് മുമ്പ് ഒരു പീരങ്കിക്ക് എത്ര അധികം പീരങ്കി ഉണ്ടകൾ വർഷിക്കണം. The answer, my friend, is blowing in the wind. The answer is blowing in the wind. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വരികളാണ് ദ ആൻസർ ഈസ് ബ്ലോവിംഗ് ഇൻ ദ വിൻഡ്. ദ ആൻസർ ഈസ് ബ്ലോവിംഗ് ഇൻ ദ വിൻഡ്. അപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കുമായിട്ട് ഒരു ഉത്തരം. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ശൈലിയാണ് റിഫ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ വളരെ ഈ ഒരു സോങ്ങിന് വേണ്ടി നിങ്ങൾ അപ്രീസിയേഷൻ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റിഫ്രെയിൻ, ബ്ലോവിംഗ് ഇൻ ദ വിൻഡ്. റിഫ്രെയിൻ the poet used in this poem is blowing in the wind എന്ന് ആ ഒരു വരി ഉറപ്പായിട്ടും മറക്കാതെ നിങ്ങളത് ഉൾപ്പെടുത്തുക. Yes, and how many years can a mountain exist before it is washed to the sea? ഒരു പർവ്വതം കടലിലേക്ക് പൂർണ്ണമായും അലിഞ്ഞു ചേരുന്നതിന് മുമ്പ് അത് എത്ര നാൾ നിലനിൽക്കണം? Yes, and how many years can some people exist before they are allowed to be free? അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം ജനങ്ങൾ സ്വതന്ത്രമാക്കപ്പെടുന്നതിന് മുമ്പ് എത്രത്തോളം കാലം അവർ ആ ചങ്ങലയിൽ വേദന തിന്ന് ദുഃഖങ്ങൾ അനുഭവിച്ച് ദുരിതങ്ങൾ അനുഭവിച്ച് അവരവിടെ കഴിയണം. യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് ക്യാൻ എ മാൻ ടേൺ ഹിസ് ഹേർട്ട് ആൻഡ് പ്രിറ്റൻഡ് ദാറ്റ് ഹി ജസ്റ്റ് ഡസന്റ് സീ. തന്റെ കൺമുൻപിൽ വെച്ച് ഈ ക്രൂരതകളെല്ലാം നടക്കുമ്പോഴും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഒരു മനുഷ്യന് എത്ര നാൾ ആ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നടക്കണം? How many times a man can turn his head and pretend he doesn't see anything? ഒന്നും കണ്ടിട്ടില്ല എന്ന് നടിച്ചുകൊണ്ട്, എല്ലാം കണ്ടിട്ടും ഒന്നും കണ്ടിട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എത്ര കാലം നടക്കാൻ കഴിയും? വളരെ വളരെ അർത്ഥവത്തായിട്ട് ചോദ്യങ്ങളാണ്. The answer, my friend, is blowing in the wind. The answer is blowing in the wind. അപ്പോഴെല്ലാം കവി പറയുന്ന ഒരു ഇതാണ്, ആൻസറാണ്, എല്ലാത്തിനുമായി പറയുന്ന ഉത്തരമാണ് ബ്ലോവിംഗ് ഇൻ ദ വിൻഡ്. ഇതെല്ലാം കാറ്റ് പറഞ്ഞു നടക്കും. എല്ലാ കാര്യങ്ങളും കാറ്റ് പറഞ്ഞു നടപ്പുണ്ട്. കാറ്റിനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ കാറ്റ് ഇതെല്ലാം വിളിച്ച് പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം, ജനഹൃദയങ്ങളിലെല്ലാം അറിയാം. പക്ഷെ എന്നിട്ടും യൂണിറ്റി ഇല്ലാതെ അതിനുവേണ്ടി പ്രതികരിക്കാൻ കഴിയാതെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു ജനവിഭാഗമായിട്ട് ഇങ്ങനെ നിലകൊള്ളുകയാണ് അടിച്ചമർത്തപ്പെട്ട മനുഷ്യൻ. അപ്പോഴും
Yes, and how many times must a man look up before he can see the sky? ആകാശത്തെ കാണുന്നതിന് വേണ്ടി, ആ ആകാശത്തിന്റെ വിശാലതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി, വിശാലമായ നീലാകാശത്തെ കാണാൻ അവൻ എത്ര തവണ മുകളിലേക്ക് നോക്കണം? And yes, and how many years must one man have before he can hear people cry? ചുറ്റും അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ ദീനരോധനം കേൾക്കുവാൻ ഒരു മനുഷ്യന് എത്ര കാതുകൾ കൂടി വേണം? Yes, and how many deaths will it take till he knows that too many people have died? ഒരുപാട് മനുഷ്യൻ മരിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം അവൻ ബോധ്യപ്പെടണമെങ്കിൽ അതിനു മുമ്പ് എത്ര ആളുകൾ മരിക്കണം? ഒരു മനുഷ്യന് ഒരുപാട് പേർ മരിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം ബോധ്യമായി തീരണമെങ്കിൽ അതിനു മുമ്പ് എത്ര മനുഷ്യർ മരിക്കേണ്ടി വരും? The answer, my friend, is blowing in the wind. The answer is blowing in the wind. ഇതിനെല്ലാം ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇതെല്ലാം കാറ്റ് പറഞ്ഞു നടപ്പുണ്ട്. ആൻസർ ഈസ് ബ്ലോവിങ് ഇൻ ദ വിൻഡ്. കാറ്റ് ഇതെല്ലാം പറഞ്ഞു നടപ്പുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു സിമ്പിൾ. അപ്പം ഇതാണ് ഈ കവിത. ഇതാണ് ഈ ഒരു സോങ്, ബോബ് ഡീലന്റെ. നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട് കാണും. വളരെയധികം ജനഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തിയ ഒരു കവിത, ഒരു പാട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പൊയറ്റിക് ഡിവൈസിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രീ വേഴ്സ് ആണ്. ഫ്രീ വേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കവിതയിൽ മെറ്റാഫറോ അതല്ലെങ്കിൽ സിമിലിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പൊയറ്റിക് ഡിവൈസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കാരണം ജനമനസ്സുകളിൽ സാധാരണ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ മുന്നിലേക്ക് കട്ടി വാക്കുകളുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഇവിടെ അതിനുവേണ്ടി. അപ്പം യഥാർത്ഥത്തിൽ ഇതൊരു ആഫ്രിക്കൻ അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെന്റ് ആന്തമായിട്ട് സെലക്ട് ചെയ്യപ്പെടണമെങ്കിൽ അത്രയേറെ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ബോബ് ഡീലന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള സാധാരണ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് അവർക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞും കണ്ടും കേട്ടും മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ അവസരങ്ങളുള്ളൂ. അപ്പം ടെക്നോളജി ഒന്നും ഇത്രയധികം വികസിച്ചിട്ടില്ലാത്ത ആ ഒരു സമയം, ആ ഒരു കാലഘട്ടത്തിൽ ജനമനസ്സുകളിലേക്ക് ആവേശം നിറയ്ക്കുവാൻ വേണ്ടി ഏറ്റവും പ്രചോദനമായ, ഏറ്റവും പ്രേരകമായ ഒരു ഗാനമാണ് ബ്ലോവിങ് ഇൻ ദ വിൻഡ്. അപ്പം ഇതുവരെ പറഞ്ഞ ഈ അപ്രീസിയേഷൻ വേണ്ട പോയിന്റ്സുകൾ വെച്ചുകൊണ്ട് തയ്യാറാക്കിയ സെയിം സോങ്, അതായത് ബ്ലോവിങ് ഇൻ ദ വിൻഡിനെ വേണ്ടി തയ്യാറാക്കിയ അപ്രീസിയേഷൻ ആണ്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിച്ചേക്കാം. Blowing in the Wind is a haunting song written by the famous American singer, songwriter, artist, and writer Bob Dylan. This song became an anthem for the African American civil rights movement 1954-68. It's a song of protest that invokes the spirit of the oppressed to wake up and assert their will and dignity against the age-old oppression. Anyway, through a series of questions and their answer, which recurs like a refrain, the singer creates an inspiring mood. The only answer for all these questions is blowing in the wind. The poet has used several visual images like roads, white dog, cannonballs, etc., and auditory images like blowing in the wind, hearing people cry, etc., to make this form an attractive one. Blowing in the Wind was, according to the critic Andy Gill, the song which Dylan's name is most inextricably linked and safeguarded his reputation as a civil liberation through a number of changes in style and attitude. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. If you liked this video, don't forget to subscribe this channel and also click the bell icon so that you will get notifications whenever I make a video for you. And share these videos with all your friends so that they will be benefited. Thank you.